നാട്ടിലേക്കുള്ള ബസ് കയറിയപ്പോഴും ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. ബസ്സിലേക്ക് കയറുന്ന വേളയിൽ 2-3 മഴത്തുള്ളികൾ അവളുടെ തലയിലേക്കും മഞ്ഞ അനാർക്കലിയിലേക്കും വീണിരുന്നു. മഴ പെയ്ത് തുടങ്ങുന്നതിനാൽ ബസ്സിൽ സീറ്റെല്ലാം ഫുള്ളാണ്. സ്കൂൾ കുട്ടികളുടെ തിരക്കും തള്ളലും കാരണം കൈയും മേലും ആകെ വേദനിക്കുന്നുണ്ട് അവൾക്ക്. അരമണിക്കൂർ കഴിഞ്ഞതും മാളു സ്കൂൾ ബാറിന് മുന്നിൽ ബസ് നിർത്തി. തിക്കും തിരക്കും കാരണം അവൾക്ക് പതിയെയാണ് ഇറങ്ങാൻ കഴിഞ്ഞത്. മഴയും കൂടുതൽ ശക്തി പ്രാപിച്ചു. അവൾ ഇറങ്ങി 2 കൈകൾ കൊണ്ടും ഷാൾ തലയിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ അവളുടെ കയ്യിലെ ബാഗും അവൾ തലയിൽ മഴ കൊള്ളാതിരിക്കാൻ തലയിൽ വെച്ചു. അവൾ കുറച്ചു സമയം ബസ് സ്റ്റോപ്പിൽ നിന്ന് മഴയുടെ ശക്തിയൊന്ന് കുറയുമെന്ന് കരുതി. ഇല്ല, മഴ അതുപോലെ തന്നെ മഴ തുടരുന്നത് തോന്നിയതും അവൾ പതിയെ തലയിൽ തൻ്റെ ഹാൻഡ് ബാഗും വെച്ച് മാള സ്കൂൾ ബാറിലേക്ക് കയറി. ഹരിദാസ് തൻ്റെ മകളുടെ നനഞ്ഞ മുടിയിലേക്ക് നോക്കി ഒരു ചെറിയ പരിഭവത്തോടെ പറഞ്ഞു, നീ ഈ മഴയത്ത് എന്തിനാ മോളെ ഇങ്ങനെ നനയാൻ നിന്നത്? ആ ഷാളെങ്കിലും ഒന്ന് നേരെ പുതച്ചു കൂടായിരുന്നോ നിനക്ക്? വേഗം വന്നേ, പനി പിടിക്കുന്നതല്ലേ നിനക്ക്? അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന തോർത്തെടുത്ത് അവളുടെ തലയിൽ വെള്ളം ഒപ്പിത്തുടങ്ങി. എന്നിട്ട് കടയുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ദാസേ, നമ്മുടെ മോൾക്ക് നല്ല ചൂടുള്ളൊരു പഴംപൊരിയും ഒപ്പം ഒരു കടുപ്പത്തിലുള്ള ചായയും എടുത്തോ. പാവം, നല്ല വിശപ്പും തളർച്ചയുമുണ്ട് അവളുടെ മുഖത്ത്. അവളുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം മൃദുവായി ചിരിച്ചു. നീ വേഗം വന്നിരുന്ന് കഴിച്ചേ, അഞ്ജലി ഇപ്പോൾ എത്തും. അവൾക്ക് തിരക്കുള്ള ബസ്സിൽ വരാൻ ഒരു മടിയുമില്ല. നീ അതോർത്ത് വിഷമിക്കണ്ട. അച്ഛൻ്റെ ആ വാക്കുകളും പ്രവൃത്തിയും തെളിഞ്ഞു നിന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷയാണെന്ന് മാളവികക്ക് തോന്നി. സന്ധ്യ മയങ്ങി 7 മണിയായതോടെ ആ ചെറിയ കടയിൽ തിരക്ക് അതിൻ്റെ ഉച്ചസ്ഥാനിയിലെത്തി. സ്കൂൾ വിട്ട് മടങ്ങുന്ന കുട്ടികളുടെ ബഹളവും ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന സ്ത്രീകളുടെ തിരക്കും കൊണ്ട് ആ കട ആകെ മുഖരിതമാണ്. അടുപ്പിൽ നിന്നും ചൂടോടെ വരുന്ന വിഭവങ്ങളുടെ ഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിന്നു. അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അഞ്ജലിക്ക് വെറുതെ ഇരിക്കാനായില്ല. അവൾ വേഗത്തിൽ കടയുടെ മുൻനിരയിലേക്ക് ഇറങ്ങി. ഓരോരുത്തരുടെയും ഓർഡറുകൾ ചോദിച്ചു വാങ്ങി അച്ഛനും മോളും കൊണ്ടുകൊടുത്തു. എല്ലാം അപ്പോൾ ചൂടോടെ ഉണ്ടാകുന്നതിനാൽ അത്യാവശ്യം തിരക്ക് തന്നെ ആ കടയിൽ വന്നിരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാതെ മാളവികക്ക് തളർച്ചയൊന്നും വന്നില്ല. നല്ല ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് ആ അച്ഛനിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞു നിന്നു. അഞ്ജലി എത്ര നേരത്തെ വന്നാലും ഇതൊന്നും ചെയ്യില്ല. അനിയനും മറ്റൊരു കടയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുമുണ്ട്. എന്നാൽ സമയം 10 മണി ആയതിനു ശേഷമാണ് ഹരിദാസും മാളവികയും വീട്ടിലേക്കെത്തിയത്. വീടിൻ്റെ ഉമ്മരത്തേക്ക് കാലെടുത്ത് വെച്ചതും അകത്തുനിന്ന് കേട്ടു അഞ്ജലിയുടെ പരിഹാസം കലർന്ന സ്വരങ്ങൾ. ഓ, വന്നോ അച്ഛൻ്റെ രാജകുമാരി? അഞ്ജലി പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. നീ ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് നടുവേദന കൂടിയിട്ട് വയ്യ. നീ പോയി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്ക്. പാർവതി അടുക്കളയിൽ നിന്ന് ശകാരത്തോടെ പുറത്തേക്ക് വന്നു. മാളവിക തൻ്റെ ബാഗുമായി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി അവളെ തടഞ്ഞു നിർത്തി. നീ ഒന്ന് നിന്നേ മാളു. അഞ്ജലി വന്ന അതേ ഓട്ടോയിൽ നിനക്കും പോന്നാൽ പോരായിരുന്നോ? എന്തിനാ ഈ മഴയത്ത് ബസ്സിന് കാത്തുനിന്ന് നേരം കളഞ്ഞത് നീ? മഴ പെയ്യുന്നതിന് മുൻപ് വീട്ടിലെത്തി വല്ല പണിയും എടുത്തുവതായിരുന്നോ നിനക്ക്? ഭാര്യയുടെയും മൂത്ത മകളുടെയും പെരുമാറ്റം കണ്ട് ഹരിദാസിന് സങ്കടം തോന്നി. പകലന്തിയോളം വിശപ്പറിയാതെ തനിക്ക് കൂട്ടിരുന്ന മകളെ അദ്ദേഹം ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ആ നിസ്സഹായത കണ്ടപ്പോൾ അദ്ദേഹം ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അവൾക്കിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും പറ്റില്ല പാർവതി. കടയിലെ ചില കണക്കുകൾ എനിക്ക് ഇപ്പോൾ തന്നെ അവളെ ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നീ പോയി അഞ്ജലിയോട് പറ ചപ്പാത്തി ഉണ്ടാക്കാൻ. അച്ഛൻ അവളെ രക്ഷിച്ചതാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അവൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അതെന്താ അച്ഛാ അങ്ങനെ? ഞാൻ ഇതുവരെ മുറ്റമടിച്ച് വാരുകയല്ലായിരുന്നു. പിന്നെ എന്തിനാ എന്നോട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇപ്പോൾ പറയുന്നത്? അഞ്ജലി വിട്ടുകൊടുത്തില്ല. ഈ മഴയത്താണ് പാർവതി നീ അവളെ കൊണ്ട് മുറ്റമടിപ്പിക്കുന്നത്? ഹരിദാസിൻ്റെ ചോദ്യം കേട്ട് അവൾ മറുപടിയൊന്നുമില്ല. അഞ്ജലി പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. മാളവിക സോഫയുടെ ഒരറ്റത്തിരുന്നു. അപ്പോഴാണ് ഹരിദാസ് അവളുടെ അരികിലേക്ക് നടന്ന് വന്നത്. തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, നീ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സമയം കിട്ടിയില്ലെന്ന് എനിക്കറിയാം. നിന്റെ ഓട്ടം കണ്ടപ്പോൾ അച്ഛന് കണ്ണു നിറഞ്ഞു പോയി. അല്പനേരം നീ എവിടെ ചാരിയിരി, അഞ്ജലി ചപ്പാത്തി ഉണ്ടാക്കട്ടെ.
അച്ഛൻ സ്നേഹസ്പർശവും വാക്കുകളും മാളവികയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. പകൽ മുഴുവൻ അനുഭവിച്ച ക്ഷീണം ആ ഒരൊറ്റ തലോടലിൽ അലിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. അടുക്കളയിൽ നിന്നും ചപ്പാത്തി കല്ലിൻ്റെയും പാത്രങ്ങളുടെയും ശബ്ദം അല്പം ഉച്ചത്തിൽ തന്നെ കേൾക്കാം. അഞ്ജലി ദേഷ്യത്തോടെ മാവ് പരത്തുകയാണ്. എല്ലാം അവളുടെ ഒരു ഭാഗ്യം. എന്നും അച്ഛൻ്റെ സപ്പോർട്ടുണ്ട് അവൾക്ക് എന്ന് പെറുപെറുത്തുകൊണ്ട് അവൾ ചപ്പാത്തി ചുട്ടു. പുറത്ത് മഴ ശക്തിയാകുമ്പോഴും അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ മാളവിക ആ ചാരുകസേരയിൽ സ്വസ്ഥമായി ഉറങ്ങി. അതേസമയം മറ്റൊരു വശത്ത് അഗ്നി തൻ്റെ പുതിയ പ്രോജക്റ്റിൻ്റെ ഫയലുകൾ ഓരോന്നായി പരിശോധിക്കുന്ന തിരക്കിലാണ്. ഓരോ പേജും മറിക്കുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ സൂക്ഷ്മത നിഴലിച്ചു. ഒടുവിൽ അവസാനത്തെ കണക്കും ഒത്തുനോക്കിയ ശേഷം അവൻ്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിരിഞ്ഞു. നീ ആള് കൊള്ളാമല്ലോ. കണക്കെല്ലാം പക്കായാണ്. പൈസയുടെ കാര്യത്തിൽ ഒരു രൂപ പോലും മാറ്റമില്ല. അഗ്നി സ്വയം മന്ത്രിച്ചു. അവൾ പഠിച്ചത് അക്കൗണ്ടിംഗ് ആയിരുന്നെങ്കിലും കണക്കിലെ അവളുടെ അസാമാന്യ വേഗത കൃത്യതയും അവനെ അത്ഭുതപ്പെടുത്തി. ഒരു പ്രൊഫഷണലെ വെല്ലുന്ന രീതിയിൽ കാര്യങ്ങൾ അടുക്കി പെറുക്കി വെക്കാൻ അവൾക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. സമയം വൈകിയിട്ടും വസു എത്താതിരുന്നതിൽ ലക്ഷ്മി ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടെ നടക്കുന്നുണ്ടായിരുന്നു. വസു പടി കടന്നു വന്നതും ലക്ഷ്മിയുടെ നിയന്ത്രണം വിട്ടു. നീ എന്താ വസു ഇത്ര നേരം വൈകി വരുന്നത്? നിനക്ക് ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഒന്നുമില്ലേ? ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെ നടന്നാൽ മതിയോ? അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴാണ് അവനെ താങ്ങി പിടിച്ച് പിന്നാലെ വരുന്നത് അർജുനാണെന്ന് അവൾക്ക് മനസ്സിലായി. വസുവിൻ്റെ അവസ്ഥ കണ്ട് ലക്ഷ്മിയമ്മ പകച്ചുപോയി. ഏട്ടൻ്റെ ഹോസ്പിറ്റൽ ഷെയർ തരില്ലെന്ന് ശരണ്യ ഏട്ടത്തിയുടെ അച്ഛൻ തറപ്പിച്ചു പറഞ്ഞു അമ്മേ. അത് കേട്ട വിഷമത്തിലാണ് ഏട്ടൻ നേരെ ബാറിൽ കയറിയത്. അർജുൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അവരുടെ സംഭാഷണം ഉച്ചത്തിലായപ്പോൾ വീടിൻ്റെ മുകളിലുള്ള നിലയിൽ നിന്നും സേതുമാധവൻ ഗൗരവത്തോടെ സ്റ്റെയർ ഇറങ്ങി വന്നു. എന്താ അർജുൻ, ഇവിടെ ഒരു ബഹളം? നിന്റെ ഏട്ടന് എന്തു പറ്റി? അവൻ വീണ്ടും തുടങ്ങിയോ ആ പഴയ പരിപാടികളൊക്കെ? സേതുമാധവൻ്റെ ശബ്ദത്തിൽ കർക്കശം നിറഞ്ഞിരുന്നു. അച്ഛൻ ഈ കണിമംഗലം തറവാടും ബിൽഡിങ്ങും കെട്ടിപ്പിടിച്ചിരുന്നു. ഏട്ടത്തിക്ക് ഇപ്പോൾ ഏട്ടനെ വേണ്ടത്രേ. അതിൻ്റെ മുന്നോടിയാണ് ഈ കളികളെല്ലാം, അർജുൻ അച്ഛനോട് നീരസത്തോടെ പറഞ്ഞു. സേതുമാധവൻ്റെ ദേഷ്യം ലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു. ഇതെല്ലാം ഞാൻ വരുത്തി വെച്ചതാണെന്ന് നീ പറയുന്നത്? എല്ലാം ഇവൻ തന്നെ ചെയ്തതല്ലേ? ഹോസ്പിറ്റൽ ഡ്യൂട്ടിയുണ്ടെന്ന് പറഞ്ഞ് എന്നും ലീവ് എടുത്ത് നടപ്പാണവൻ. അന്ന് ആ രാജശേഖരനുമായി ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞതാ ഞാൻ അവനോട്. തന്തയുടെ അതേ സ്വഭാവമാണ് അവൾക്കും. ഒരുത്തനിലും അവൾ അടങ്ങി നിൽക്കില്ല. സേതുമാധവൻ്റെ വാക്കുകൾ കേട്ട് തകർന്നു പോയി ലക്ഷ്മിയമ്മ. അവർ വസുവിനെ ദയനീയമായി ഒന്ന് നോക്കി. എന്നാലും അവൾക്ക് ഇങ്ങനെയൊക്കെയുണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു മനുഷ്യ? ലക്ഷ്മിയമ്മ വിറക്കുന്ന സ്വരത്തിൽ സേതുമാധവനോടായി ചോദിച്ചു. സേതുമാധവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവൾ പഠിച്ച കോളേജ് ഹോസ്റ്റലിലെ വാർഡിൽ പറഞ്ഞതാ ഇതെല്ലാം. കള്ളും കഞ്ചാവും ആണുങ്ങളുമാണ് അവളുടെ മെയിൻ വീക്ക്നെസ് എന്ന്. അതുകൊണ്ട് അവളെ വിശ്വസിച്ച് നീ ഇനി ഇരിക്കേണ്ട. താഴെ ഹാളിലുള്ള വാക്കേറ്റം മുറുകുമ്പോൾ മുകളിലെ സ്റ്റെയർ കേസിൻ്റെ കൈവരികൾ പിടിച്ച് ഇരുട്ടിൽ ഒരു ശില പോലെ അഗ്നി നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ ഓരോ വാക്കും വസുവിൻ്റെ തകർച്ചയും അവൻ നിർവികാരനായി നോക്കിക്കണ്ടു നിന്നു. സേതുമാധവൻ്റെ നാവിൽ നിന്നും ടാർഗറ്റിൽ വീണ കഞ്ചാവും കള്ളും എന്ന പ്രയോഗം കേട്ടപ്പോൾ അഗ്നിയുടെ ഉള്ളിൽ ഒരു പുച്ഛം കലർന്ന ചിരി വിരിഞ്ഞു. എന്നാൽ അവൻ്റെ പക്കലുള്ള ആ ഫയൽ തന്നെ അയാൾക്കുള്ള ഒരു ചുട്ട മറുപടിയായിരുന്നു.